ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻതോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു മൺചട്ടിയിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ചതാണ്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ മീൻ എന്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി നമുക്ക് അടച്ചു വെച്ച് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 20 മിനിറ്റാണ് ചെറുതീയിൽ ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുക. ഇതിവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മീനകത്തു നിന്നൊക്കെ നല്ലതായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടി ഒന്ന് കുക്കാക്കി എടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. ഇതിവിടെ 10 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇവിടെ വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സാക്കി നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അടച്ച് വെച്ചേക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്